മുഖ്യമന്ത്രിക്കെതിരെ NSSന്റെ പ്രതിഷേധം. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രകടനം. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളിലും പ്രതിഷേധമുണ്ട്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലെ എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അതിനുശേഷം സുകുമാരൻ നായർ അതിനുള്ള പ്രതികരണവും നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് NSS നീങ്ങുന്ന സാഹചര്യം എന്താണ്? രണ്ടു കാരണങ്ങളാണ് NSSന് ഇന്നത്തെ പ്രതിഷേധത്തിനുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി സുകുമാരൻ നായർക്ക്, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. പക്ഷെ അതിനുശേഷവും സുകുമാരൻ നായർ സതീശന്റെ ആ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ തിരികെ വിളിക്കുമായിരുന്നു. സതീശൻ നിന്ന് അതുണ്ടാകുന്നില്ല. ഇനി ആരും എന്നെ കാണാൻ വരേണ്ട എന്ന കടുത്ത നിലപാട് സുകുമാരൻ നായർ ഇന്നലെ സ്വീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തിയ മന്നം സമാധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരോക്ഷ വിമർശനങ്ങളാണ്. അത് BJP NSSൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്ക നേരത്തെ NSS നേതൃത്വത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ വിഷയത്തിലും പ്രതിഷേധം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് NSS താലൂക്ക് യൂണിയൻ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒരു സർക്കുലർ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയെയും അതിൻ്റെ നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന് ബോധപൂർവമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സംഘടനാ വിരുദ്ധ നടത്തുന്ന പ്രസ്താവനകൾ അപലപിക്കണം, തള്ളിക്കളയണം. അത് ഓരോ നായർ സമുദായങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സുകുമാരൻ നായർ അവരുടെയും സമുദായത്തെയും തേജോവധം ചെയ്യാനുള്ള പരിശ്രമം അപലപനീയമാണ്. അതിനെതിരെ മുഴുവൻ വനിതകളടക്കമുള്ള മുഴുവൻ NSS പ്രവർത്തകരും ഇന്നത്തെ മാർച്ചിൽ അണിനിരക്കണമെന്നാണ്. തിരുവനന്തപുരം താലൂക്ക് യൂണിയനാണിത് ആഹ്വാനം ചെയ്തതെങ്കിലും NSSന്റെ നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ അടക്കം ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കും. ഇതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായി, അതേസമയം തന്നെ അദ്ദേഹത്തിന് നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ സുരേഷ് ഗോപി അടക്കമുള്ളവർക്കുമുള്ള വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തി പ്രകടനമായി മാറ്റാനാണ് തീരുമാനം. വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. സാമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ വന്ന് കണ്ടു. വെള്ളാപ്പള്ളി നടേശനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ അരമനകളിൽ പോയി തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും VD സതീശൻ കണ്ടുവെന്ന വിമർശനമുണ്ട്. ആ സാഹചര്യത്തിലൊക്കെയാണ് NSSനെ അവഗണിക്കുന്നുവെന്ന ശക്തമായ പരാതി, വിമർശനം സംഘടനയ്ക്കുള്ളിലുള്ളത്. അതിൻ്റെ കൂടി ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഈ ഇന്നത്തെ പ്രതിഷേധം. അതിനൊപ്പം തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അത് BJP നിലപാടല്ല, അതായത് ഉപരാഷ്ട്രപതി പറഞ്ഞതും സുരേഷ് ഗോപി പറഞ്ഞതും BJPയുടെ സംഘടനാ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരുമായി തന്റെ ബന്ധമൊക്കെ വ്യക്തമാക്കി പ്രതികരിച്ചിരുന്നെങ്കിലും BJP ഇത്തരം നീക്കം നടത്തുമെന്ന ആശങ്ക NSSനുണ്ട്. NSSൽ പിടിമുറുക്കാൻ SNDPയിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ NSS കൂടി പിടിമുറുക്കിയാൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അത്തരമൊരു ആശങ്ക NSS നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്യ പ്രതിഷേധത്തിലേക്ക് ആദ്യഘട്ടമെന്നതിൽ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ നീങ്ങുന്നത്. അതിന് NSSന്റെ നെയ്യാറ്റിൻകര യൂണിയന്റെ അടക്കം പിന്തുണയുമുണ്ട്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.